ഇന്ത്യയിലെ പ്രധാന പാലങ്ങൾ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലമാണ് ചെനാബ് പാലം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണിത്. ഉയരം 359 മീറ്റർ, അതായത് 1178 അടി. ഈഫൽ ടവറിനേക്കാൾ 35 മീറ്റർ ഉയരം കൂടുതലുണ്ടതിന്. ഇത് സ്ഥിതി ചെയ്യുന്ന ജില്ല റിയാസി, ജമ്മു കാശ്മീരിലെ റിയാസിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നീളം 1.3 കിലോമീറ്റർ. ഉദ്ധംപൂർ ശ്രീനഗർ ബാരമുള്ള റെയിൽവേ പ്രൊജക്ടിൻ്റെ ഭാഗമായി കത്ര മുതൽ ബനിഹൽ വരെയുള്ള 111 കിലോമീറ്റർ റെയിൽവേ പാലത്തിൻ്റെ ഭാഗമാണ് ചെനാബ് റെയിൽവേ പാലം. 21,653 കോടി രൂപയാണ് പ്രൊജക്ടിൻ്റെ ആകെ ചിലവ്. ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് 2002-ലാണ്. ഉദ്ഘാടനം നിർവഹിച്ചത് 2024 ഫെബ്രുവരി 20-ന് നരേന്ദ്രമോദിയാണ്. 17 സ്പാനുകളുള്ള പാലത്തിൻ്റെ പ്രധാന കമാനത്തിൻ്റെ നീളം 460 മീറ്ററാണ്. 120 വർഷമാണ് പാലത്തിൻ്റെ ആയുസ് 120 വർഷമാണ് കണക്കാക്കിയിരിക്കുന്നത്. പാലത്തിലൂടെയുള്ള ട്രെയിനിൻ്റെ പരമാവധി വേഗം മണിക്കൂറിൽ 100 കിലോമീറ്റർ ആയിരിക്കും. മണിക്കൂറിൽ 266 കിലോമീറ്റർ വേഗത്തിൽ വീശുന്ന കാറ്റിലും തകരാതെ നിൽക്കാൻ കഴിയും ഈ പാലത്തിന്. റെയിൽപാലം നിലവിൽ വന്നതിനു ശേഷം ജമ്മുവിനും ശ്രീനഗറിനും ഇടയിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനും ഓടിത്തുടങ്ങും. ട്രയൽ റൺ വിജയകരമായി നടത്തിയത് 2024 ജൂൺ 16-നാണ്. വിജയകരമായി ട്രെയിൻ പരീക്ഷണ ഓട്ടം നടത്തിയത് 2024 ജൂൺ 20. അടുത്ത പ്രധാനപ്പെട്ട പാലമാണ് സുദർശൻ സേതു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലമാണിത്. ഓഖയെയും ബെയ്റ്റ് ദ്വാരക-ദ്വീപിനെയും ബന്ധിപ്പിക്കുന്നു. 2024 ഫെബ്രുവരി 25-ന് നരേന്ദ്രമോദി ദ്വാരകയിൽ ഉദ്ഘാടനം ചെയ്തു. 979 കോടി രൂപയാണ് ആകെ ചിലവ്. ഇതിൻ്റെ ആകെ നീളം 2.32 കിലോമീറ്റർ. 27.20 മീറ്റർ വീതിയുള്ള 4-വരിപ്പാത പാലത്തിന് ഇരുവശങ്ങളിലും 2.5 മീറ്റർ വീതിയുള്ള നടപ്പാതകളാണുള്ളത്. 2017 ഒക്ടോബറിലാണ് പാലത്തിൻ്റെ തറക്കല്ലിട്ടത്. ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളാൽ അലങ്കരിച്ച നടപ്പാത ഇരുവശങ്ങളിൽ ശ്രീകൃഷ്ണൻ്റെ ചിത്രങ്ങളും ഉൾക്കൊള്ളുന്ന സവിശേഷമായ രൂപകൽപ്പനയാണ് ഇതിനുള്ളത്. നദിക്ക് കുറുകെയുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ് ഭൂപൻ ഹസാരിക പാലം. ഇതിൻ്റെ മറ്റൊരു പേര് ധോള സാദിയ പാലം. ഇതിൻ്റെ നീളം 9.15 കിലോമീറ്ററാണ്. അസം, കിഴക്കൻ അരുണാചൽ പ്രദേശ് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്നു. 2011-ലാണ് ഇതിൻ്റെ പണി ആരംഭിച്ചത്. ഉദ്ഘാടനം ചെയ്തത് 2017 മെയ് 26-ന് നരേന്ദ്രമോദി. കേന്ദ്ര സർക്കാരിൻ്റെ 3-ാം വാർഷിക ദിനത്തിലാണ് ഉദ്ഘാടനം ചെയ്തത്. അന്തരിച്ച ഗായകൻ ഭൂപൻ ഹസാരികയുടെ പേരിലാണ് പാലം അറിയപ്പെടുന്നത്. അതിനാലാണ് ഇതിൻ്റെ പേര് ഭൂപൻ ഹസാരിക പാലം എന്നറിയപ്പെടുന്നത്. 60 ടൺ ഭാരമുള്ള യുദ്ധ ടാങ്കിൻ്റെ ഭാരം താങ്ങാൻ കഴിയുന്ന പാലമാണിത്. ലോഹിത്, അതായത് ബ്രഹ്മപുത്രയുടെ പോഷക നദിയായ ലോഹിത് നദിക്ക് കുറുകെയാണിത് നിർമ്മിച്ചിരിക്കുന്നത്. അസമിലെ സാദിയെയും അരുണാചൽ പ്രദേശിലെ ധോളയെയുമാണ് ബന്ധിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് മറ്റൊരു പേര് ധോള സാദിയ പാലം. പ്രധാനമായി സ്ഥിതി ചെയ്യുന്ന അസമിലെ ജില്ല തിൻസുകിയ. അടുത്തത് ബോഗിബീൽ പാലം. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ റെയിൽ റോഡ് പാലമാണ് ബോഗിബീൽ പാലം. ഇതിൻ്റെ നീളം 4.94 കിലോമീറ്ററാണ്. അസമിലെ ധേമാജി ജില്ലയ്ക്കും ദിബ്രുഗഡ് ജില്ലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ബ്രഹ്മപുത്രയ്ക്ക് കുറുകെയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഉദ്ഘാടനം നടന്നത് 2018 ഡിസംബർ 25-ന് നരേന്ദ്രമോദിയാണ്. NH-15 വഴി അസമിലെ ധേമാജി ജില്ലയെയും ദിബ്രുഗഡ് ജില്ലയെയും ബന്ധിപ്പിക്കുന്നതാണ് പാലം. ഇതിൻ്റെ തറക്കല്ലിട്ടത് HD ദേവഗൗഡയാണ് 1997. നിർമ്മാണം ഉദ്ഘാടനം ചെയ്തത് അടൽ ബിഹാരി വാജ്പേയി 2002-ലുമാണ്. അങ്ങനെ ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത് 2018 ഡിസംബർ 25-ന് നരേന്ദ്രമോദി. രാജ്യത്തെ ഏറ്റവും വലിയ കടൽപ്പാലമാണ് അടൽ സേതു പാലം. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്ന പേരിലും അറിയപ്പെടുന്നു, MTHL. ഇത് ബന്ധിപ്പിക്കുന്നത് മുംബൈയെയും നവി മുംബൈയുമാണ്. ലോകത്തിൽ വലിപ്പത്തിൽ 12-ാം സ്ഥാനമാണ് ഈ പാലത്തിനുള്ളത്. ഇത് ഒരു 6-വരി പാതയാണ്. ഉദ്ഘാടനം 2024 ജനുവരി 12-ന് നരേന്ദ്രമോദി നിർവഹിച്ചു. ഇതിൻ്റെ ആകെ നീളം 21.8 കിലോമീറ്റർ. ഇതിൽ കടലിന് മുകളിലൂടെയുള്ള നീളം 16.5 കിലോമീറ്റർ, വീതി 27 മീറ്റർ. ആകെ 110 തൂണുകളാണുള്ളത്. ഇതിൻ്റെ നിർമ്മാണ ചെലവ് 17,840 കോടി. താനെ കടലിടുക്കിനും ഇതേ നിർമ്മിച്ചിരിക്കുന്നു. ഇതിന് സാമ്പത്തിക സഹായം നൽകിയ രാജ്യം ജപ്പാൻ.